അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 5-ാമത്തെ അധ്യായത്തിൽ 33 മുതൽ 44 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്തു. സൂത ഉവാച ശ്രുത്വാ വാക്യം തു ദാശസ്യ രാജാ ചിന്താതുരോഭവൽ ഗാംഗേയം മനസാ കൃത്വാ നോവാച നൃപതിസ്തദാ. കാമാതുരോ ഗൃഹം പ്രാപ്തശ്ചിന്താവിഷ്ടോ മഹീപതി. ന സസ്നൗ ബുഭുജേ നാഥ ന സുഷ്വാപ ഗൃഹം ഗതാ. ചിന്താതുരം തു തം ദൃഷ്ട്വാ പുത്രോ ദേവവ്രതസ്തദാ. ഗത്വാ പൃച്ഛൻ മഹീപാലം തദസന്തോഷകാരണം. ദുർജയ കോസ്തി ശത്രുസ്തേ കരോമി വശഗം തവ. കാ ചിന്താ നൃപശാർദൂല സത്യം വദ നൃപോത്തമ. കിം തേന ജാതേന സുതേന രാജൻ ദുഃഖം ന ജാനാതി ന നാശയേദ്യ. ഋണം ഗൃഹീതും സമുപാഗതോസൗ പ്രാഗ്ജന്മജം നാത്ര വിചാരണാസ്തി. വിമുച്യ രാജ്യം രഘുനന്ദനോപി താതാജ്ഞയാ ദാശരഥിസ്തു രാമ. വനം ഗതം ലക്ഷ്മണജാനകീഭ്യാം സഹൈവ ശൈലം കില ചിത്രകൂടം. സുതോ ഹരിശ്ചന്ദ്രനൃപസ്യ രാജൻ യോ രോഹിതശ്ചേതി പ്രസിദ്ധനാമ. ക്രീതോധ പിത്രാ വിപണോദ്യതശ്ച ദാസാർപ്പിതോ വിപ്രഗൃഹേ തു നൂനം.
തഥാ ജിഗർത്തസ്യ സുതോ വരിഷ്ഠോ നാംനാശ്വിനശേഭ ഇതി പ്രസിദ്ധ ക്രീതസ്തു പിത്രാപ്യഥയൂപബദ്ധ സമ്മോചിതോ ഗാധിസുതേന പശ്ചാൽ പിത്രാജ്ഞയാ ജാമദഗ്ന്യേന പൂർവം ഛിന്നം ശിരോ മാതുരിതി പ്രസിദ്ധം അകാര്യമപ്യാചരിതം ച തേന ഗുരോരനുജ്ഞാ ച ഗരീയസീകൃത ഇദം ശരീരം തവ ഭൂപതേന ക്ഷമോസ്മി നൂനം വദ കിം കരോമ്യഹം ന ശോചനീയം മയി വർത്തമാനേപ്യസാധ്യമർത്ഥം പ്രതിപാദയാമ്യദാ പ്രബ്രൂഹി രാജം സ്തവ കാസ്തി ചിന്താ നിവാരയാമ്യദ്യ ധനുർഗൃഹീത്വാ ദേഹേന മേ ചേച്ചരിതാർത്ഥതാ വാ ഭവത്വമോഘാ ഭവതശ്ചികീർഷ ധിക്തം സുതം യപ്പിതുരീപ്സിതാർത്ഥം ക്ഷമോപി സന്ന പ്രതിപാദയേല്യാം ജാതേന കിം തേന സുതേന കാമം പിതുർന ചിന്താം ഹി സമുദ്ധരേദ്യ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 33 മുതൽ 44 കൂടിയുള്ള ശ്ലോകങ്ങളുടെ പരിഭാഷ വഞ്ചിപ്പാട്ടായി ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൂതൻ പറഞ്ഞു, ദാശന്റെ വാക്കുകൾ കേട്ടു ശന്തനു ചിന്താധീനന ഗാംഗേയനെ ഓർത്തു ഒന്നും മിണ്ടാതെ നിന്നു. കാമാതുരനായി രാജൻ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. ഉണ്ടതില്ല, ഉറങ്ങില്ല, കുളിച്ചതില്ല. പുത്രനായ ദേവവ്രതൻ അച്ഛന്റെ നിലയെ കണ്ടു പതിയെ സമീപമെത്തി ചോദിച്ചുവല്ലോ, അങ്ങയ്ക്കു ജയിക്കാനാക ശത്രുവിനെ ഞാൻ ജയിക്കാം. അവിടുത്തെ ചിന്തക്കെന്തു കാരണം ചൊല്ലൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അച്ഛന്റെ ദുഃഖത്തിൻ പരിഹാരത്തെ കണ്ടെത്തി തീർക്കാൻ കഴിഞ്ഞില്ലേൽ പുത്രനാൽ പ്രയോജനമുണ്ടോ? മുജ്ജന്മത്തിലെ കടം പിരിക്കാനായി വന്നവൻ താനും പുത്രനെന്ന കാര്യത്തിലും സംശയമില്ല. ദശരഥ പുത്രനായ സാക്ഷാൽ ശ്രീരാമചന്ദ്രനും ദശരഥൻ തന്റെ വാക്കു സത്യമാക്കാനായി ഗാരമായ സീതയോടും അനുജൻ ലക്ഷ്മണനോടും രാജ്യം വിട്ടു ചിത്രകൂടം തന്നിൽ പാർത്തല്ലോ. ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ രോഹിതനാം പുത്രൻ പിതാവിനാൽ വിൽക്കപ്പെട്ട കഥ പ്രസിദ്ധം. അച്ഛനാൽ വിൽക്കപ്പെട്ടതാം രോഹിതനോ ബ്രാഹ്മണന്റെ ഗൃഹം തന്നിൽ ദാസനായി കഴി
അമ്മേ ശരണം. അതുപോലെ അജീകർത്തൻ ശൂലക്ഷേപൻ എന്നുള്ളതാം ഉത്തമനാം പുത്രനെയും വിറ്റു പ്രസിദ്ധം. അവൻ യാഗപശുവായി യൂപത്തിൽ ബന്ധിക്കപ്പെട്ടു. അവനെ വിശ്വാമിത്രനും രക്ഷിച്ചുവല്ലോ. ജമദഗ്നിപുത്രനായ ഭാർഗവരാമനും പണ്ടു അച്ഛന്റെ ആജ്ഞപ്രകാരം അമ്മയെ കൊന്നു. അരുതാത്തതാണെങ്കിലും ഗുരുവിന്റെ വാക്കുകളോ അത്യന്തം ശ്രേഷ്ഠമാണെന്നു വ്യക്തമായല്ലോ. മഹാരാജൻ, ഈ ശരീരം അങ്ങയുടേതാണു സത്യം. മഹാശക്തനുമാണു ഞാൻ, സംശയം വേണ്ട. ജീവനോടെ ഞാനിരിക്കും കാലം ദുഃഖം പാടുകില്ല. അസാധ്യമാം കാര്യം പോലും സാധിച്ചിടും ഞാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജൻ പറയുക തവ ചിന്തയെന്തു തന്നെയാവാം. രാജകുമാരനാം ഞാനും അമ്പുധരിച്ചും അതിനു പരിഹാരത്തെ കാണാം. മമ ശരീരവും ചരിതാർത്ഥമാകാൻ തവ മോഹസാഫല്യം. കഴിവുള്ളവനായിട്ടും അച്ഛൻ്റെ ആഗ്രഹങ്ങളെ കഴിവുപോൽ നടത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കഷ്ടമെന്നു മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. പാതന്റെ ദുഃഖ നിവൃത്തി പുത്രന്റെ ധർമ്മം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. നവരാത്രി സംഗീതം 8-ാം ദിവസം ചോറ്റാനിക്കരമ്മയെ പ്രാർത്ഥിക്കുന്ന അമ്മേ ദേവി ഭഗവതി എന്ന നതോന്നതാവൃത്തത്തിലുള്ള വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിലുള്ള കീർത്തനം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പൊന്നു ചോറ്റാനിക്കരയിൽ വാഴുമമ്മേ തുണയ്ക്കണേ. പൊന്നു ഗുരുവായൂരപ്പ കഥകൾ പാടാൻ. പൊന്നിലും മണ്ണിലും എൻ്റെ മനസ്സിനെ തളയ്ക്കാതെ പൊന്നു പാദാരവിന്ദത്തിൽ ഭക്തി നിറയ്ക്കൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ നിന്റെ അനുഗ്രഹം അവിരാമം ലഭിക്കുവാൻ അമ്മേ നാരായണ എന്നു പാടിടട്ടെ ഞാൻ. ഭാഗവത കഥാമൃതം
പാനം ചെയ്തു മത്തനായി ഹരിനാമലഹരിയിൽ ആടിടട്ടെ ഞാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ നിന്നെ പൂജ ചെയ്തു പ്രജത്തിലെ ഗോപികമാർ അച്യുതനെ പതിയായി ലഭിച്ചിടുവാൻ. അമ്മേ നിന്റെ വരത്തിനാൽ രാസലീലയാടിയവർ ആത്മതത്വബോധം നേടി വിശുദ്ധകളായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ നിന്നെ വധിക്കുവാൻ കാൽ പിടിച്ചു കംസരാജൻ, അവനും നീ നൽകിയല്ലോ അച്യുത സ്മൃതി. മരണഭയത്താൽ നിത്യം ഹരിയെ സ്മരിച്ചവനാം മാതുലനും ഹരി നൽകി അന്ത്യദർശനം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും മിഥ്യയല്ലോ, നേട്ടമായി ജീവിതത്തിൽ ശ്രീഹരി മാത്രം. ലോകമെല്ലാം അമ്മയായി വാഴുന്നൊരു പുണ്യകീർത്തേ, കോട്ടമില്ല ഹരിഭക്തി വളർത്തിടണേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മയെന്നും ദേവിയെന്നും ലക്ഷ്മിയെന്നും ഭദ്രയെന്നും അടിയങ്ങൾ ഭക്തിപൂർവം വിളിച്ചിടുമ്പോൾ, നാരായണ എന്നുള്ളതാം നാലക്ഷരമതിനൊപ്പം നാവിൽ ചേർത്തു വച്ചിടുന്ന വാണിയും നീയേ. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ശ്രീ ജഗദംബികായൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം, ദേവി ഭാഗവതം പുരാണതിലകം ശ്രീ വ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ
വീഴുന്നു നാമാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷര നാമാർച്ചന അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും സമർപ്പിക്കുന്നു. ഇന്ന് 127-ാമത്തെ ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 33 മുതൽ 44 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസന്ധാനം ചെയ്യുന്നത്. അമ്മയുടെ അനുഗ്രഹത്തിനായി, ആ അക്ഷരസ്വരൂപിണിയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശ്ലോകങ്ങളിലേക്ക് കടക്കാം. ഇവിടെ സൂതൻ പറയുകയാണ്, ദാശൻ തൻ്റെ മകളുടെ മകന് രാജ്യാധികാരം വേണം എന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ ആ ശന്തനു മഹാരാജാവ് ശ്രുത്വാ വാക്യം തു ദാശസ്യ രാജാ ചിന്താതുരോഭവൽ, ദാശന്റെ വാക്ക് കേട്ടിട്ട് രാജാവ് വല്ലാതെ ചിന്താകുലനായി തീർന്നു എന്നാണ്. ഗാംഗേയം മനസാകൃത്വ, കാരണം എന്താ, മറ്റാർക്കും രാജ്യഭാരം കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ താൻ യുവരാജാവാക്കിയ ആ ഗംഗാപുത്രൻ, ആ ജാഹ്നവി സുതൻ, ആ ഗാംഗേയനെ കുറിച്ച് ഓർത്തു. അതുകൊണ്ട് നോവാച നൃപതിസ്തദ, രാജാവ് അപ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, നേരെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. കാമാതുരോ ഗൃഹം പ്രാപ്ത, കാമാതുരനായി മാറിയ അദ്ദേഹം തൻ്റെ ഗൃഹത്തിലെത്തിയിട്ട് ചിന്താവിഷ്ടോ മഹീപതി, ആലോചനയിലായി. എപ്പോഴും ആ ദാശകന്യയെക്കുറിച്ച്, സത്യവതിയെക്കുറിച്ച്, ആ സുഗന്ധമുള്ള പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് എന്തായി, ന സസ്നൗ ബുഭുജേ നാഥ ന സുഷ്വാപ ഗൃഹം ഗത, ഗൃഹത്തിൽ വന്നതിന് ശേഷം ഊണില്ല, ഉറക്കല്ല, കുളിയില്ല, എപ്പോഴും ആലോചന മാത്രം. ചിന്താതുരം തുതം ദൃഷ്ടുവ, ഇങ്ങനെ ചിന്താഗ്രസ്തനായിരിക്കുന്ന അച്ഛനെ കണ്ടിട്ട് പുത്രോ ദേവവ്രതസ്തദ, ദേവവ്രതൻ എന്ന ആ ഗാംഗേയൻ പുത്രൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ഗത്വാപ്യച്ഛൻ മഹീപാലം, മഹീപതിയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് തദസന്തോഷ കാരണം, ആ അസന്തോഷത്തിന്, സന്താപത്തിന് കാരണം എന്താണ് എന്ന് അന്വേഷിച്ചു. രാജാവിനോട് പറഞ്ഞു, ദുർജയ കോസ്തി ശത്രുസ്തേ, അങ്ങ് ഏതോ ഒരു ശത്രുവിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങക്ക് ജയിക്കാനാവാത്ത ശത്രു ആരുണ്ട്? ഇനി ഉണ്ടെങ്കിൽ തന്നെ അവനെ ഞാൻ അങ്ങക്ക് കീഴ്പ്പെടുത്തി തരാം. അങ്ങയുടെ ചിന്ത എന്തിനെക്കുറിച്ചാണ്? സത്യം വദ നൃപോത്തമ, ഹേ നൃപശ്രേഷ്ഠ, അങ്ങ് സത്യം പറയൂ എന്ന് പറഞ്ഞപ്പോൾ കിം തേന ജാതേന സുതേന രാജൻ, പിന്നെ ഈ ഗാംഗേയൻ്റെ വിശേഷമായിട്ടുള്ള ഉപദേശമാണ്. കിം തേന ജാതേന സുതേന രാജൻ ദുഃഖം ന ജാനാതി നാശയേദ്യ ഋണം ഗൃഹീതും സമുപാഗതോസൗ പ്രാഗ്ജന്മജം നാത്ര വിചാരണാസ്തി. അച്ഛൻ്റെ ദുഃഖം കിം തേന ജാതേന സുതേന, എന്താണെന്നറിഞ്ഞ് അതിന് പരിഹാരം കാണാത്ത പുത്രനുണ്ടായതുകൊണ്ട് എന്താണ് പ്രയോജനം? സത്യത്തിൽ മുജ്ജന്മത്തിലെ കടം പിരിക്കാൻ വന്നവനാണ് പുത്രൻ എന്ന കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമില്ല. പ്രാഗ്ജന്മജം അത്ര വിചാരണാസ്തി. വിമുച്യ രാജ്യം രഘുനന്ദനോപി, സാക്ഷാൽ രഘുനന്ദനൻ ശ്രീരാമൻ പോലും ആ ദശരഥപുത്രൻ ദാശരഥി അച്ഛൻ്റെ ആജ്ഞയെ സ്വീകരിച്ച്, താതാജ്ഞയാ അച്ഛൻ്റെ ആജ്ഞയെ സ്വീകരിച്ച് രഘുനന്ദനൻ വിമുച്യ രാജ്യം വിമുച്യ, രാജ്യത്തെ ഉപേക്ഷിച്ചു. പിന്നെയോ വനം ഗതം, കാട്ടിലേക്ക് പോയി. ലക്ഷ്മണ ജാനകീഭ്യാം സഹൈവ, ലക്ഷ്മണനോടും ജാനകിയോടും കൂടി ശൈലം കില ചിത്രകൂട പർവ്വതത്തിൽ, വനത്തിലെ ചിത്രകൂട പർവ്വതത്തിൽ പോയി താമസിച്ചു. അത് അച്ഛൻ്റെ വാക്ക് കേൾക്കണം എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം. അടുത്തതോ സുതോ ഹരിശ്ചന്ദ്ര നൃപസ്യ രാജൻ, ഹരിശ്ചന്ദ്ര രാജാവിൻ്റെ മകനായിരിക്കുന്ന ആ യോ രോഹിതശ്ചേതി പ്രസിദ്ധനാമ, രോഹിതൻ എന്ന് പ്രസിദ്ധമായ പേരോടുകൂടിയ ഉണ്ണി. ക്രീതോധ പിത്ര വിപണോദ്യതശ്ച, അച്ഛനാൽ വിൽക്കപ്പെട്ട ബ്രാഹ്മണഗൃഹത്തിൽ ദാസാർപ്പിതോ വിപ്രഗൃഹേതു നൂനം, ഒരു ദാസൻ എന്നതുപോലെ കഴിഞ്ഞു.
ഇതിൽ തന്നെ തഥാജിഗർത്തസ്യ, അതേപോലെ അജീഗർത്തൻ ശുനശേപൻ എന്നു പേരിൽ തൻ്റെ ഉത്തമനായ പുത്രനെ, സുതോ വരിഷ്ഠോ നാംന ആശുനശേഭ ഇതി പ്രസിദ്ധ, ശുനശേഭൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള തൻ്റെ പുത്രനെ വിറ്റതുകൊണ്ട് ആ പുത്രൻ യാഗപശുവായി യൂപത്തിൽ ബന്ധിക്കപ്പെട്ടു. യാഗത്തിന് ആ കഴുത്തറക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയേക്കാണ്. അപ്പോൾ സമ്മോചിതോ ഗാധിസുതേന പശ്ചാൽ, ഗാധിയുടെ പുത്രനാൽ രക്ഷിക്കപ്പെട്ടു. ആരെ? ഗാധിയുടെ പുത്രൻ, അത് വിശ്വാമിത്രനാണ്. അപ്പോൾ ആ ഗാധിയുടെ പുത്രൻ ആ ശുനശേപനെ രക്ഷിച്ചു എന്ന് പറയും. പിത്രാജ്ഞയാ ജാമദഗ്നിയേന പൂർവം, പണ്ട് അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് ജാമദഗ്നിയൻ സാക്ഷാൽ പരശുരാമൻ ഛിന്നം ശിരോ മാധുരിതി പ്രസിദ്ധം, അമ്മയുടെ കഴുത്തു വെട്ടി എന്നുള്ളത് ലോകപ്രസിദ്ധമാണ്. സത്യത്തിൽ അകാര്യം അപ്യാചരിതം ചതേന, ചെയ്തത് ശരിയായില്ല, ചെയ്യരുതാത്ത കാര്യമാണ് അവിടെ അമ്മയെ കൊല്ലുക എന്ന് പറഞ്ഞത്. പക്ഷേ ഗുരോരനുജ്ഞാച്ച ഗരീയസ്യ കൃത, എങ്കിലും ഗുരുകൽപ്പന മറ്റെല്ലാത്തിനേക്കാളും വലുതാണ്. ഗുരു എന്നുള്ള ശബ്ദം ഇവിടെ അച്ഛൻ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഗുരു ശബ്ദത്തിന് അച്ഛൻ, അതേപോലെ ഗുരുനാഥൻ, ഇങ്ങനെ പല പേരുകളുമുണ്ട്. അപ്പം ഏതായാലും ഗുരുവിൻ്റെ കൽപ്പന അത് ഏറ്റവും മറ്റെന്തിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് കാണിച്ചു തരുന്നതാണ് ഈ പരശുരാമൻ്റെ കഥ. അതുകൊണ്ട് ഇതം ശരീരം തവ ഭൂപതേന, ഈ ശരീരം ഉണ്ടല്ലോ മഹാരാജാവേ, അങ്ങയ്ക്ക് സ്വന്തമാണ്, അങ്ങയുടേതാണ്. ക്ഷമോസ്മി നൂനം വധ കിം കരോമ്യഹം, ഞാൻ വളരെ ശക്തിയുള്ളവനാണ്, ഞാൻ ശക്തനായതുകൊണ്ട് എന്തു ചെയ്യണം എന്ന് അങ്ങ് പറയൂ. ഞാൻ ജീവനോടിരിക്കെ അങ്ങ് ദുഃഖിക്കരുത്. ന ശോചനീയം മയി വർത്തമാനേപ്യസാധ്യമർത്ഥം പ്രതിപാദയാമ്യത, ഞാൻ ജീവനോടിരിക്കാൻ അങ്ങ് ദുഃഖിക്കരുത്. ഏത് പ്രയാസമുള്ള കാര്യമാവട്ടെ അത് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി സാധിപ്പിച്ചു തരും, അങ്ങ് വിഷമിക്കരുത്. പ്രബ്രൂഹി രാജം സ്തവ കാസ്തി ചിന്ത നിവാരയാമ്യദ്യ ധനുർഗൃഹീത്വ, രാജാവ് പറയൂ, എന്താണ് അങ്ങയുടെ ചിന്ത? ഇത് അമ്പെടുത്തും കൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, അതിനിപ്പോൾ തന്നെ ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ദേഹേനമേ ചേച്ചരിതാർത്ഥതാച്ച, അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ശരീരം ചരിതാർത്ഥമാകും, ചാരിതാർത്ഥ്യം വരും, എനിക്ക് കൃതാർത്ഥത ഉണ്ടാവും. ഭവത്വ അമോഘ ഭവതശ്ചികേരുഷ, എൻ്റെ ശരീരം ചാരിതാർത്ഥമാകണമെങ്കിൽ അങ്ങയുടെ ആഗ്രഹം സഫലമാവണം. ധിക്തം സുതം യപ്പിതുരീപ്സിതാർത്ഥം ക്ഷമോപി സന്ന പ്രതിപാദേല്യ ജാതേന കിം തേന സുതേന കാമം പിതുർന്ന ചിന്താം ഹി സമുദ്ധരേദ്യ. കഴിവുണ്ടെങ്കിലും അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാത്ത പുത്രനെ പറ്റി എന്താ പറയുക? കഷ്ടം എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പിതാവിൻ്റെ ദുഃഖനിവൃത്തി വരുത്താത്ത പുത്രൻ ജനിച്ചതുകൊണ്ട് ജാതേന കിം തേന സുതേന കാമം പിതൃന്ന ചിന്താം ഹി സമുദ്ധരേദ്യ. അപ്പോൾ അങ്ങനെയുള്ളൊരു പുത്രൻ ജനിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് വെച്ചാൽ ഒരു പ്രയോജനവുമില്ല എന്ന് തന്നെ. അതുകൊണ്ട് അച്ഛൻ്റെ ദുഃഖം, അച്ഛൻ്റെ ചിന്ത എന്താണെന്ന് എന്നോട് പറയൂ, ഞാനതിനുള്ള പരിഹാരം കണ്ടെത്തുന്നതാണ് എന്ന് ഗാംഗേയൻ പറയുന്ന ആ 44-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.
ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.
ലോകാः സമസ്താः സുജനാ ഭവന്തു, ലോകാः സമസ്താः ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു, ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു, ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു, വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.